അപ്പോൾ നമുക്ക് ആദ്യത്തെ റവല്യൂഷൻ, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് നോക്കിയാലോ. അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിൽ മെയിനായിട്ട് 2 ഫാക്ടേഴ്സാണുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ദറ്റ് ഈസ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ജെയിംസ് ഓട്ടീസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമായിരുന്നു അത്. ഭരണത്തിൽ പ്രാതിനിധ്യം നൽകാതെ നികുതി പിരിക്കാൻ പാടില്ല എന്നൊരു ആശയമാണ് ആര് കൺവേ ചെയ്തത്? ജെയിംസ് ഓട്ടീസ് ജനങ്ങളിലേക്ക് കൺവേ ചെയ്തത്. അതുപോലെ 16-ാം നൂറ്റാണ്ടിൽ ആരംഭം മുതൽ ബ്രിട്ടീഷുകാർ നോർത്ത് അമേരിക്ക കേട്ടോ. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ബ്രിട്ടീഷിലെ ജനത എങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി? നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനായിട്ട് തുടങ്ങി. ഇത് തുടങ്ങിയത് 16-ാം നൂറ്റാണ്ട് മുതലാണ്. 18-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും നോർത്ത് അമേരിക്കയിൽ അവർ ഒരു 13 കോളനികൾ സ്ഥാപിച്ചു. എന്തായിരുന്നു ഇവർ കുടിയേറി പാർക്കാനായിട്ടുള്ള മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? അവിടുത്തെ വിഭവങ്ങൾ കയ്യേറുക, അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ കയ്യേറുക എന്നതായിരുന്നു. അങ്ങനെ 13ഓളം കോളനികൾ നോർത്ത് അമേരിക്കയിൽ ഉണ്ടായി. ഈ 16-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ട് വരെ ജനങ്ങൾ കുടിയേറി പാർത്ത് 13 കോളനികൾ നിലവിൽ വന്നു. ആ കോളനികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ന്യൂ ഹാംസ്വെയർ, മസാച്യുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, പെൻസിൽവാനിയ, വെർജീനിയ, നോർത്ത് കരോലീന, സൗത്ത് കരോലീന, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ് ആൻഡ് ജോർജിയ. ഇവയൊക്കെയായിരുന്നു ഈ 13 കോളനികൾ. British treated the American colonies as the center for collecting raw materials for their industry and the market for their product. അതായത് തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനിയെ കണക്കാക്കി. അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവിടെ തന്നെ വിപണനം ചെയ്യുക. ഈ വാണിജ്യ നയത്തെ പറയുന്ന പേരാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോസ് അല്ലെങ്കിൽ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന്. ഇതിൽ 5 നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 5ഉം ബൈഹാർട്ട് ചെയ്യണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ആ 5 നിയമങ്ങളും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് must be carried only in British ships or ship built in the British colonies. അതായത് അമേരിക്കൻ കോളനിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഷിപ്പിലോ അല്ലെങ്കിൽ കോളനിയിൽ ഉണ്ടാക്കുന്ന ഷിപ്പിലോ മാത്രമായിരിക്കണമെന്ന് അവർ ശഠിച്ചു. പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. should be carry only exported to England. അതായത് കോളനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, പരുത്തി, കമ്പിളി, തേയില ഇവയെല്ലാം എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞു? അതെ, ഇംഗ്ലണ്ടിലേക്ക് മാത്രം എക്സ്പോർട്ട് ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി എഫിക്സഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ് ആൻഡ് ലൈസൻസ്. അതായത് ഈ ബ്രിട്ടീഷ് സ്റ്റാമ്പ്, ബ്രിട്ടീഷ് മുദ്രകൾ അവിടെയുള്ള എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സിലും, ലൈസൻസിലും, പേപ്പേഴ്സിലും, ലഘുലേഖകളിലും എഫിക്സ് ചെയ്യണമെന്ന്, മുദ്ര കുത്തണമെന്ന് അവർ അനുശാസിച്ചു. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റൈൻഡ് ഇൻ ദ കോളനീസ്. അതായത് നോർത്ത് അമേരിക്കൻ കോളനിയിലുള്ള ബ്രിട്ടീഷ് സൈന്യങ്ങൾക്ക് ഭക്ഷണവും താമസവും ആര് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു? അമേരിക്കൻ കോളനീസിലുള്ള കോളനി നിവാസികൾ കൊടുക്കണമെന്ന് അവർ വാദിച്ചു. ലാസ്റ്റ് പോയിൻ്റ് ഏതാ പറയുന്നത്? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ടീ, ഗ്ലാസ്, പേപ്പർ. അതായത് നോർത്ത് അമേരിക്കയിലെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള തേയില, ഗ്ലാസ്, പേപ്പർ ഇവയ്ക്കെല്ലാം ഇറക്കുമതി ചുങ്കം കൊടുക്കണമെന്നും അനുശാസിച്ചു. അതായത് ടാക്സ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കിത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച വേറൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആയിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി? ദ ഹൈ ടാക്സ് ലിവിഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ ടീ ഓൺ December 16,
1773, a group of people disguised as Red Indians boarded the ship at night in the Boston harbor and threw 342 chests of tea into the sea. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അമിതമായി തേയിലയ്ക്ക് ചുങ്കം, അതായത് നികുതി ഏർപ്പെടുത്തിയത് കാരണം ഡിസംബർ 16, 1773 ബോസ്റ്റൺ ഹാർബറിൽ, ബൂസ്റ്റർ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ഒരു കൂട്ടം ജനത, അതായത് റെഡ് ഇന്ത്യൻസിൻ്റെ വേഷധാരികളായ ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ കയറി 342ഓളം ടീ ബോക്സുകൾ കടലിലേക്ക് എറിഞ്ഞു. ഈ ഒരു സംഭവത്തെയാണ് എന്തു പറയുക, ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ഒരു സംഭവവും അമേരിക്കൻ വിപ്ലവത്തിന് വഴിയൊരുക്കിയതാണ്. നമുക്കറിയാം അല്ലേ, ഏതൊരു വിപ്ലവത്തിൻ്റെ പിന്നിലും കുറേ തത്വചിന്തകന്മാരും അവരുടെ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ ഹൈലി ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, സ്വാധീനിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്. അതുപോലെ തന്നെ ഈ തത്വചിന്തകന്മാർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ജനങ്ങളിലേക്ക് നല്ല നല്ല ആശയങ്ങൾ കൈമാറാനായിട്ട് സാധിച്ചു. അതുപോലെ അമേരിക്കൻ വിപ്ലവത്തിനെ സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട തത്വചിന്തകന്മാരായിരുന്നു ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. എന്തായിരുന്നു ജോൺ ലോക്കിൻ്റെ ആശയം? എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാ മനുഷ്യർക്ക് ചില മൗലിക അവകാശങ്ങളുണ്ടെന്നും അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തോമസ് പെയിൻ തൻ്റെ ബുക്കിൽ There is something absurd in supporting a continent be perpetually governed by a foreign power. അതായത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി ഭരിക്കാമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നും ആര് പറഞ്ഞു? തോമസ് പെയിൻ പറഞ്ഞു. ഇവിടെ വൻകര വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷുകാരിയായിരുന്നു. ഈ വൻകര എന്ന് ഉദ്ദേശിച്ചത് വടക്കേ അമേരിക്കക്കാരെയാണ്. അതായത് ഇംഗ്ലീഷുകാർക്ക് അധികകാലമൊന്നും വടക്കേ അമേരിക്കയെ കീഴടക്കി വെക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട എന്നാണ് ആര് പറഞ്ഞത്? തോമസ് പെയിൻ പറഞ്ഞത്. ഇനി ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ വേരിയസ് ഇവൻറ്റ്സ് ദ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തെക്കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. നോക്കി, 1774 ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിൽ വെച്ച് ആദ്യത്തെ വൻകര സമ്മേളനം 1774 വെച്ച് നടത്തി. എന്തിനായിരുന്നു ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടാൻ കാരണം? അതായത് ബ്രിട്ടീഷ് രാജാവിൻ്റെ മുന്നിൽ നോർത്ത് അമേരിക്കൻ കോളനിവാസികൾ ഒരു നിവേദനം സമർപ്പിച്ചു. തങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും യഥേഷ്ടം വാണിജ്യം ചെയ്യാനുള്ള ഒരു അവകാശം തരണമെന്നുമായിരുന്നു ആ നിവേദനത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവ് അത് അംഗീകരിച്ചോ? ഇല്ല, രാജാവ് അത് അനുവദിച്ചില്ല. അതിനെതിരെയായിട്ടാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ച് കൂടുകയും അതേ തുടർന്ന് വോർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് കോളനീസ്, കോളനിക്കാരും ഇംഗ്ലണ്ടുകാരും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതിനുശേഷം 1774 വീണ്ടും സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെ രണ്ടാം കോൺഗ്രസ് വൻകര കോൺഗ്രസ് സമ്മേളനവും ഉണ്ടായി. അതിൽ ജോർജ് വാഷിങ്ടൺ വാസ് ഇലക്റ്റഡ് ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി. കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ സെലക്ട് ചെയ്തു? ജോർജ് വാഷിങ്ടണിനെ. അതുപോലെ തോമസ് പെയിൻ പബ്ലിഷ്ഡ് എ പാംലെറ്റ് കോൾഡ് കോമൺ സെൻസ്. അദ്ദേഹത്തിൻ്റെ ലഘുലേഖയിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുകയുണ്ടായി: ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. ഇത് വളരെയധികം അമേരിക്കൻ ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സന്ദേശമാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന്. അതുതന്നെയാണ് അവരെ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ പ്രേരകമായൊരു ശക്തിയായിരുന്നു അത്. അതുപോലെ 1776 the American Continental Congress issued the Declaration of Independence. അമേരിക്കൻ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്നാണ് ഡേറ്റ് മറക്കരുത്, 1776. അതേ തുടർന്ന് 1781 the war between England and colonies ended. കോളനിക്കാരും ഇംഗ്ലണ്ടുകാരും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയും
1783 ദ ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം നോർത്ത് അമേരിക്കയിലെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയുമുണ്ടായി. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നു. ജോർജ് വാഷിംഗ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻ്റായി ജോർജ് വാഷിംഗ്ടൺ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. എക്സ്പ്ലെയിൻ. അമേരിക്കൻ വിപ്ലവം പിന്നീടുള്ള ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാനായിട്ട് നോക്കാം നമുക്ക്. Give direction and motivation to the later freedom struggles and revolution all over the world. പിന്നീടുള്ള ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും ദിശാബോധവും പ്രചോദനവും നൽകിയത് അമേരിക്കൻ വിപ്ലവമായിരുന്നു. ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ അവകാശത്തിന് ഒരു നേതൃത്വം കൊടുത്തത്, ഹ്യൂമൻ റൈറ്റ്സിന് ഒരു നേതൃത്വം കൊടുത്തതും ഈ ഒരു വിപ്ലവമായിരുന്നു. Put forward the concept of republic form of government. ഒരു റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ്റും നിലവിൽ വന്നത് ഏതിലൂടെയാണ്? അമേരിക്കൻ വിപ്ലവത്തിലൂടെയായിരുന്നു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്നതും ഏതിലൂടെയാണ്? അമേരിക്കൻ റവല്യൂഷനിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ മെയിൻലി സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരെയുള്ളൊരു വിപ്ലവമായിരുന്നു. ഓക്കെ, അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ? കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനിക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസിലെ സാമൂഹിക സാമ്പത്തിക അസമത്വമായിരുന്നു ഒരു കാരണം. പിന്നെയോ ഡിവിഷൻ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി നോൺ ആസ് ദ എസ്റ്റേറ്റ്. ഈ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തരംതിരിച്ചു. അവയെ എന്താണ് പറയപ്പെടുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് തിങ്കേഴ്സ്. അതുകൂടാതെ തത്വചിന്തകന്മാരുടെ സ്വാധീനം. ദെൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. പിന്നീട് ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി. ഇതെല്ലാം ഫ്രഞ്ച് റവല്യൂഷന് കാരണമായ ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇനി നോക്കി സ്ട്രക്ചർ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സമൂഹത്തെ 3 ഡിവൈഡ് ചെയ്തിരുന്നു ഫ്രഞ്ച് സൊസൈറ്റി. അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജികളായിരുന്നു. ക്ലർജികൾ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ. സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി. രണ്ടാം തട്ടുകാരെ എന്ത് വിളിച്ചിരുന്നു? പ്രഭുക്കന്മാർ. ആൻഡ് തേർഡ് എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റിലുള്ളവർ ആരെല്ലാമായിരുന്നു? മിഡിൽ ക്ലാസ്സുകളായിരുന്നു അല്ലേ? സാധാരണക്കാരായ ആളുകളായിരുന്നു. കച്ചവടക്കാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, അധ്യാപകർ, കർഷകർ, ബാങ്ക് എംപ്ലോയീസ്. ഇവരെല്ലാം മിഡിൽ ക്ലാസ്, തേർഡ് എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളായിരുന്നു. ഇനി ഈ 3 തട്ടിലുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതശൈലിയും കാര്യങ്ങളെന്നൊക്കെ നോക്കാം നമുക്ക്. ഫസ്റ്റ് എസ്റ്റേറ്റ് അതായത് ക്ലർജികൾ ഹോൾഡ് വാസ്റ്റ് ലാൻഡ്. ഒത്തിരി ഭൂപ്രദേശങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു. പിന്നെയോ കളക്റ്റഡ് ടാക്സ് കോൾഡ് തിതേ ഫ്രം ഫാർമേഴ്സ്. തിതേ എന്നൊരു പേരിലുള്ള നികുതി അവർ ഫാർമേഴ്സിൽ നിന്ന്, കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്നു. അതുപോലെ എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. ഈ തട്ടുകാരെ എല്ലാവിധ ടാക്സുകളിൽ നിന്നും നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കൺട്രോൾഡ് ഹയർ പൊസിഷൻ. ഇവരെപ്പോഴും ഉന്നത പദവിയാണ് അലങ്കരിച്ചിരുന്നത്. ഇനി സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? പ്രഭുക്കന്മാരെയാണ് നൊബിലിറ്റി എന്ന് പറയുക. നൊബിലിറ്റി ഈ 2-ാം തട്ടിലുള്ള ആളുകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, അതായത് സൈനിക വൃത്തി ചെയ്ത് ജോലി ചെയ്തവരായിരുന്നു. കളക്റ്റഡ് വേരിയസ് ടാക്സ് ഫ്രം ദ ഫാമേഴ്സ്. ഇവരും സാധാരണ കൃഷിക്കാരിൽ നിന്ന് നികുതി ഈടാക്കിയിരുന്നു. പിന്നെയോ എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. ഈ
തട്ടുകാരെയും എന്തിൽ നിന്ന് ഒഴിവാക്കി? നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ആൻഡ് ഹോൾഡ് വാസ്റ്റ് ലാൻഡ്, ഇവരുടെ കീഴിലും കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഇവരുടെ കീഴിലും ഉണ്ടായിരുന്നു. ഇത്തരം ആളുകളെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്? സെക്കൻഡ് എസ്റ്റേറ്റിൽ പെടുത്തിയിരിക്കുന്നത്. ഇനി തേർഡ് എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. തേർഡ് എസ്റ്റേറ്റിൽ മെയിനായിട്ടുള്ളത് മിഡിൽ ക്ലാസ്, സാധാരണ ആളുകളായിരുന്നു. ഇവർ കച്ചവടക്കാർ, എഴുത്തുകാർ, അധ്യാപകർ, ഇവരെല്ലാം സാധാരണ ആളുകളായിരുന്നു. ഇവരുടെ റോൾ എന്തായിരുന്നു? അഡ്മിനിസ്ട്രേഷനിൽ ഇവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? നോ. ഒരു ഭരണത്തിലും ഇവർക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി ടൈലേ ടു ദ ഗവൺമെൻറ്, അവർ ഗവൺമെൻറ്റിന് ടൈലേ എന്ന പേരിൽ നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ പെയ്ഡ് ടാക്സ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, നോക്കിയേ, ഇവർ പുരോഹിതന്മാർക്കും ഗവൺമെൻറ്റിന് മാത്രമല്ല പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതി കൊടുക്കണമായിരുന്നു. ആൻഡ് ലോ സോഷ്യൽ സ്റ്റാറ്റസ്, ഇവർക്ക് എല്ലായ്പ്പോഴും ഒരു താഴ്ന്ന സോഷ്യൽ സ്റ്റാറ്റസേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ച 3 തത്വചിന്തകന്മാരുണ്ടായിരുന്നു. അവ ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു ഇവരുടെ 3 പേരുടെയും. അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വോൾട്ടയർ പറഞ്ഞ എന്താണ്? റെഡിക്യൂൾ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ക്ലർജി, പുരോഹിതന്മാരുടെ ചൂഷണത്തെ അദ്ദേഹം പരിഹസിച്ചു. ആൻഡ് പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം, യുക്തിചിന്ത, സമത്വം, മാനുഷ്യസ്നേഹം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അടുത്തയാൾ റൂസോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ, മനുഷ്യൻ സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത് അല്ലേ, പക്ഷേ എവിടെയും അവൻ ചങ്ങലയിലാണ്. നമ്മളിപ്പോൾ പ്രസവിക്കുമ്പോൾ നമുക്ക് യാതൊരു വിലക്കുകളും ഇല്ല, പക്ഷെ അവൻ പല സ്റ്റേജുകളായിട്ട് വളർന്നു വരുമ്പോഴോ മനുഷ്യൻ ചങ്ങലയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ വർ സോവറിൻ, ജനങ്ങൾക്കാണ് പരമാധികാരം എന്നും അദ്ദേഹം വാദിച്ചു. അടുത്തത് മോണ്ടെസ്ക്യൂ, 3ാമത്തെ ആളാണ്. ഈ ത്രിമൂർത്തികളെ മക്കൾ മറന്നു പോകരുത്. റൂസോ, വോൾട്ടയർ, മോണ്ടെസ്ക്യൂയുടെ ആശയങ്ങൾ എന്തായിരുന്നു? എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. സജസ്റ്റഡ് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻറ്റു ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഗവൺമെൻറ് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പെട്ടെന്ന് ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടു ലിവി ന്യൂ ടാക്സ്ഡ് അപ്പോൺ ദ കോമൺസ്, സാധാരണക്കാരുടെ മേൽ അർപ്പിച്ച നികുതി. ലൂയിസ് 16 സംവൺ ദ സ്റ്റേറ്റ് ജനറൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1789, അതായത് ലൂയിസ് 16 ഒരു സ്റ്റേറ്റ് ജനറൽ കൂടുകയും അതിൽ കുറേ പ്രസ്താവനകൾ നടത്തി. എന്തൊക്കെയാണെന്നല്ലേ, ഫ്രഞ്ച് സമൂഹത്തിൽ നമ്മൾ പഠിച്ചു 3 എസ്റ്റേറ്റുകളാണുള്ളത് അല്ലേ, 3 തട്ടുകളായിട്ടാണ് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് നമുക്കൊരു വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് നടത്താമെന്നും, അതായത് ഓരോ എസ്റ്റേറ്റുകാർക്കും ഒരേ വോട്ട് എന്നൊരു നിബന്ധന മുന്നിലേക്ക് വെച്ചു. പക്ഷേ തേർഡ് എസ്റ്റേറ്റുകാർ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഒരു കൂട്ടരാണ്, അവരൊരു യൂണിയനാണ്. പക്ഷെ തേർഡ് എസ്റ്റേറ്റ് ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്കിവിടെ വിജയിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഓരോ വോട്ടിംഗ് സമ്പ്രദായം ആകുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടുഗദർ എത്ര വോട്ട് കിട്ടും? 2. പക്ഷെ സാധാരണക്കാരായ ഈ തേർഡ് എസ്റ്റേറ്റിന് എത്ര വോട്ടേ കിട്ടുള്ളൂ? 1 വോട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഒരു നിബന്ധന തേർഡ് എസ്റ്റേറ്റുകാർ മുന്നിലേക്ക് വെച്ചു. എന്തായിരുന്നു അത്? ഓരോ അംഗങ്ങളും വോട്ട് ചെയ്യുക എന്നുള്ളത്. ഓരോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 285 ആണ്. സെക്കൻഡ് എസ്റ്റേറ്റിലോ 308 ആണ്. പക്ഷേ തേർഡ് എസ്റ്റേറ്റിലോ സാധാരണക്കാരായിരുന്നു കൂടുതൽ, 621 ആണ്. അപ്പോൾ ഓരോ അംഗങ്ങളും വോട്ട് ചെയ്താൽ ആരിവിടെ ജയിക്കും? അതെ, തേർഡ് എസ്റ്റേറ്റുകാർക്ക് ഭരണം കിട്ടും അല്ലേ. പക്ഷേ ഇതാരും സമ്മതിച്ചില്ല, ലൂയിസ് 16 സമ്മതിച്ചില്ല. ഇത് കാരണം ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ
പിരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ എങ്ങോട്ട് പോയി? തേർഡ് എസ്റ്റേറ്റുകാർ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിലേക്ക് പോയി. ആ ഒരു പ്രതിജ്ഞയെ എന്ത് പറയാം? ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയാം. എന്തായിരുന്നു? ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽഫ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ എടുത്തു. അതായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് കോർട്ട് ഓത്ത്. അതും ഈ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു ഫാക്ടറായിരുന്നു. അടുത്തതായി ഫ്രഞ്ച് റവല്യൂഷനിലേക്ക്, ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോയ വേറൊരു സംഭവം നോക്കിയാലോ? വേറൊരു ഇവൻ്റ് എന്തായിരുന്നു? 14 ജൂലൈ 1789 റെവല്യൂഷണറി സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ എന്തായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേർണിറ്റി, ഡിമോളിഷ് ദ ബാസ്റ്റിൽ പ്രിസൺ, ദ സിംബൽ ഓഫ് ബോർബൺ മൊണാർക്കി. ദിസ് ഇവൻ്റ് ഈസ് കൺസിഡേർഡ് ആസ് കമൻസ്മെൻറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്നീ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കി. അതുപോലെ 1789 ഓഗസ്റ്റ് 12 the National Assembly passed the Declaration of Rights of Man and of the Citizen. എന്താണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെ പാസ്സാക്കി. എന്നായിരുന്നു? ഓഗസ്റ്റ് 12, 1789. അതിനെ തുടർന്ന് thousands of women marched from Paris to Palace of Versailles with the slogan "Give us bread." ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ഫ്രഞ്ചിൽ 10 പേർ ഭക്ഷണം കിട്ടാതെയാണ് മരിക്കുന്നത്. പക്ഷേ 10 ഒരാൾ മാത്രം തിന്ന് ദഹിക്കാത്ത അവസ്ഥ, അജീർണം വന്നാണ് മരിക്കുന്നത്. അപ്പം നോക്കിക്കേ പട്ടിണി മരണം എത്രമാത്രം കൂടുതലാണെന്ന്. ഇതേ തുടർന്ന് സെപ്റ്റംബർ 1792 the National Convention formed as per the new constitution proclaimed France as the Republic. പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഫ്രഞ്ച് റിവല്യൂഷൻ്റെ ഇമ്പാക്റ്റ്, അതായത് ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. threatened the autocratic rulers of Europe. സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഒരു ഭീഷണിയായിരുന്നു. ആൻഡ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന് വളരാനൊരവസരമുണ്ടായി. എമർജൻസ് ഓഫ് നാഷണലിസം, അതായത് ദേശീയത പ്രാബല്യത്തിൽ വന്നു. കോൺട്രിബ്യൂട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവർണിറ്റി, എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ പീപ്പിൾ റെവല്യൂഷൻ ഇൻ ദ വേൾഡ്. എന്തൊക്കെയായിരുന്നു ആ ഇമ്പാക്റ്റ് നോക്കാം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യത്തിന് വഴിയൊരുക്കി. രാജ്യമെന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഭീഷണി ഉയർത്തി. ഇതൊക്കെയായിരുന്നു മെയിൻ ഫലങ്ങൾ. ഓക്കെ, അടുത്തായി നമുക്ക് നെപ്പോളിയൻ്റെ പോളിസീസ് ആൻഡ് റിഫോംസിനെ കുറിച്ച്, ഭരണപരിഷ്കാരങ്ങളും നയങ്ങളെക്കുറിച്ച് പഠിച്ചാലോ? അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഫാമേഴ്സ് ആർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു? കർഷകർക്ക് കൊടുത്തു. എക്സൈസ് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ക്ലർജി. പുരോഹിതന്മാർക്ക് സ്റ്റേറ്റിന്മേലുള്ള അവകാശം നിയന്ത്രിച്ചു. ദെൻ ഫോംഡ് സിങ്കിങ് ഫണ്ട് ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. പൊതുകടം നിയന്ത്രിക്കാനായിട്ട് എന്ത് കൊണ്ടുവന്നു? സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു. എസ്റ്റാബ്ലിഷ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫ്രാൻസ്. അതായത് ബാങ്ക് ഓഫ് ഫ്രാൻസ് നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്തായിരുന്നു? നെപ്പോളിയൻ്റെ ഭരണകാലത്തായിരുന്നു. എപ്പോഴും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഹൂ എസ്റ്റാബ്ലിഷ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഗതാഗതത്തിന് റോഡുകൾ നിർമ്മിച്ചു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ലോ കോഡിഫൈങ് ദ
എക്സിസ്റ്റിംഗ് ലോസ്, നിലവിലിരിക്കുന്ന നിയമങ്ങളെ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത രൂപീകരിച്ചു. ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ദ റഷ്യൻ റവല്യൂഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് റഷ്യൻ റവല്യൂഷനിലേക്ക് നയിച്ചതെന്ന് നോക്കാം. ദ ഓട്ടോക്രസി ഓഫ് ദ സാർ എംപറേഴ്സ്, അതായത് സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം. പിന്നെയോ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ റഷ്യ, റഷ്യയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്, ഭൂരഹിതർ അതായത് ഭൂമി ഇല്ലാത്തവർ വരെ നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു. ലോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻ റഷ്യ, അതായത് വളരെ കുറഞ്ഞ കാർഷിക വ്യവസായ ഉൽപ്പാദനമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, തത്വചിന്തകന്മാരുടെ സ്വാധീനം. ഡിഫീറ്റ് റഷ്യ ഇൻ റഷ്യ ജപ്പാൻ വാർ ഇൻ 1905, അതായത് 1905 റഷ്യയും ജപ്പാനും നടന്ന യുദ്ധത്തിൽ റഷ്യയുടെ തോൽവി. ഇവയൊക്കെയാണ് എന്തിലേക്ക് നയിച്ചത്? റഷ്യൻ റവല്യൂഷനിലേക്ക്, റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച മെയിൻ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാനമായ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് റഷ്യ പിന്മാറി. സെയ്സ്ഡ് ഔട്ട് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലോർഡ്സ്, പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി പിടിച്ചടക്കി ആർക്ക് കൊടുത്തു? കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറീസ്, ബാങ്ക്, ട്രാൻസ്പോർട്ടേഷൻ, ഫോറിൻ ട്രേഡ് വർ ബ്രോട്ട് അണ്ടർ ദ പബ്ലിക് ഓണർഷിപ്പ്, അതായത് ഫാക്ടറികളും ബാങ്കുകളും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഒരു പൊതു അവകാശമായിട്ട് മാറി. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ഈ ലാറ്റിൻ അമേരിക്കയിൽ ഒത്തിരി പ്രകൃതി വിഭവങ്ങളുണ്ടായിരുന്നു, റിസോഴ്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ആരൊക്കെ വന്നു? പോർച്ചുഗീസും അതുപോണം സ്പെയിനും. എന്താണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ലാറ്റിൻ അമേരിക്കൻ വാസ് ദ സ്ട്രഗിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക കൺട്രീസ് ടു ഗെറ്റ് ദ ലിബറേഷൻ ഫ്രം ദ ഡോമിനേഷൻ ഓഫ് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ, അതായത് സ്പെയിനുകാരിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് നടത്തിയ ഒരു വിപ്ലവമായിരുന്നു. ആര് നടത്തിയത്? ലാറ്റിൻ അമേരിക്കക്കാർ നടത്തിയ ഒരു വിപ്ലവമായിരുന്നു എന്തെന്നറിയപ്പെടുക? ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കൾച്ചറൽ സ്ലേവറി എക്സ്പീരിയൻസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക ഫോഴ്സ്ഡ് ദം ഇൻടു എ റെവല്യൂഷൻ. എന്താണ് മെയിൻ കാരണം അവരെ വിപ്ലവത്തിലേക്ക് നയിക്കാനായിട്ട്? ലാറ്റിൻ അമേരിക്കൻ ജനത അനുഭവിച്ച ചൂഷണവും സാംസ്കാരികമായ അടിമത്തവുമാണ് അവരെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചത്. ആൻഡ് ഇനിയൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡിസ്കസ് ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ. ലാറ്റിൻ അമേരിക്കൻ ജനത അനുഭവിച്ച ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയായിരുന്നു നോക്കാം. took away gold and silver from the ലാറ്റിൻ അമേരിക്കൻ മൈൻസ്. അവരുടെ ഖനികളിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയി? ഗോൾഡ് ആൻഡ് സിൽവർ. അങ്ങനെ പല പ്രകൃതി വിഭവങ്ങളും സ്പെയിൻ പോർച്ചുഗീസുകാർ എടുത്തു. എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക് ഇൻ പ്ലാന്റേഷൻ. ഒരു അടിമകളെ പോലെ അവരുടെ ഖനികൾ പണിയെടുക്കേണ്ടതായിട്ട് വന്നു. ദ തിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പെയിൻ വർ നോട്ട് പെർമിറ്റഡ് ടു പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോളനീസ്. അതായത് സ്പെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളൊന്നും കോളനിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയും അവർ വച്ചിരുന്നു. അതുപോലെ വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇമ്പോർട്ടൻസ് അമേരിക്കൻ നാഷണൽ മൂവ്മെൻറ്റ്. എന്തൊക്കെയായിരുന്നു അമേരിക്കൻ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ലൂട്ടഡ് ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ്. അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മെയിനായിട്ട് അവരുടെ വെൽത്ത്, അതുപോലെ റിസോഴ്സസ്, പല വിഭവങ്ങളും കൊള്ളടിക്കപ്പെട്ടു. ആൻഡ് ഇറേസ്ഡ് ദ ട്രഡീഷണൽ കൾച്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പാരമ്പരാഗതമായി വിശ്വസിച്ച് വന്ന കുറേ ആചാരങ്ങളൊക്കെ ഇല്ലാതെയാക്കി. പകരം പോർച്ചുഗീസ് സ്പെയിൻ അവരെന്ത് ചെയ്തു? അവരുടെ ആചാരങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു അവിടെ. അത് ഫോളോ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അവരുടെ മതം, അവരുടെ ഭാഷ, അവരുടെ വിശ്വാസങ്ങൾ, അതുപോലെ അവിടുത്തെ സ്കൂളിലെ പഠന രീതി, ഇങ്ങനെ പറയുന്ന എല്ലാവിധ ആചാരങ്ങളും ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് അവർ ഫോഴ്സ് ചെയ്ത് അവർ കൊടുക്കുകയുണ്ടായി.
After colonizing the entire Latin America, Spanish Portuguese propagated their language, religion and customs. അവരുടെ ഭാഷകൾ, അതുപോലെ മതം, അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇവയെല്ലാം അവരിൽ അടിച്ചമർത്തപ്പെട്ടു. ഇനി ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് റെവല്യൂഷനാണ്. ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ചൈനീസ് റെവല്യൂഷൻ മെയിനായിട്ടും ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി, അതായത് രാജവംശത്തിനും വിദേശാധിപത്യത്തിനും മഞ്ചു ഡൈനാസ്റ്റി, മഞ്ചു രാജവംശത്തിനും എതിരെയായിരുന്നു. ചൈനയിലെ ഏറ്റവും അവസാനമുള്ള രാജവംശമായിരുന്നു ഏത്? മഞ്ചു ഡൈനാസ്റ്റി. അതുപോലെ ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ്, ഇതൊക്കെയായിരുന്നു കോസസ് ഓഫ് ചൈനീസ് റെവല്യൂഷൻ, ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ച മെയിനായിട്ടുള്ള കാരണങ്ങൾ. അതുകൂടാതെ 2 നയങ്ങൾ അവിടെ വന്നു. ഏതൊക്കെയാണ്? ഒപ്പിയം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി, അതായത് കറുപ്പ് വ്യാപാരവും ഓപ്പൺ ഡോർ പോളിസിയായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒപ്പിയം ട്രേഡ്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ എക്സ്പോർട്ട് ഓഫ് സിൽക്ക്, ടീ ആൻഡ് എർത്ത് ആൻഡ് വെയർ. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവ യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടാക്കിയിരുന്നു. There was nothing to import China from Europe. So European traders suffered a great loss. അതായത് ചൈനയിലുണ്ടായ വിഭവങ്ങളൊക്കെ ചൈന എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്ത് നല്ല ലാഭമുണ്ടാക്കി. പക്ഷേ യൂറോപ്യൻകാരുടെ ഒരു വസ്തുക്കളും ചൈന ഇമ്പോർട്ട് ചെയ്തിരുന്നില്ല. അത് വളരെയധികം യൂറോപ്യൻകാർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. ഇവയുടെ കയറ്റുമതി ചൈന വൻതോതിൽ ലാഭം നേടുകയും ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് എന്ത് സംഭവിച്ചു? നഷ്ടം സംഭവിക്കുകയും ആസ് എ റെമഡി ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഒപ്പിയം ടു ചൈന. ഇതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ലഹരി പദാർത്ഥമായ ഒരു കറുപ്പ്, ഒപ്പിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുപ്പാണ്, അത് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഈ ഒപ്പിയം ലഹരി പദാർത്ഥം ചൈനയിലെ ആളുകൾ ഉപയോഗിച്ചിട്ട് യൂത്ത്, പ്രത്യേകിച്ച് യൂത്ത് ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് വ്യാപാരി ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവിടുത്തെ സാമ്പത്തിക മാന്ദ്യവും അവിടെയുള്ള ആളുകൾ വ്യാപാരം ചെയ്യുന്നതെല്ലാം നിർത്തലാക്കുകയും ചെയ്തു. കാരണം കറുപ്പ് ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് ക്രിയാത്മകമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെല്ലാം വളരെയധികം ചൈനയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുകയുണ്ടായി. ഇതിനെയാണ് എന്ത് പറയുക? കറുപ്പ് വിപ്ലവം അല്ലെങ്കിൽ കറുപ്പ് ട്രേഡ്, ഒപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട നയമായിരുന്നു ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ടു അക്വയർ ദ പ്രിവിലേജ്, ജോൺ ഹേയ്, ദ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA, proclaimed the open door policy. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. എന്തായിരുന്നു അതിന് കാരണം? ആസ് പെർ ദിസ് പോളിസി അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. അതായത് ഈ നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശം ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. അമേരിക്ക ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും അവിടെ വ്യാവസായികപരമായിട്ട് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പക്ഷേ അമേരിക്ക ആ സമയത്ത് അതിൽ എൻഗേജ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിസ്റ്റ് ആയിരുന്നു സൺ യാറ്റ് സെൻ. ഓക്കെ, ആൻഡ് സൺ യാറ്റ് സെൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസത്തിനൊക്കെയാണ് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, വിദേശ ആധിപത്യമായിരുന്നു ചൈനയിൽ കൂടുതൽ. മഞ്ചു രാജവംശമായിരുന്നു ആ കാലത്ത് ഭരിച്ചിരുന്നത്. ഈ മഞ്ചു രാജവംശം വിദേശ ആധിപത്യത്തോട് അവർക്ക് അനുകൂലമായിരുന്നു. അവരോട് സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ചൈനയിലുള്ള കുറച്ച് രഹസ്യ സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നു. അങ്ങനെ കുമിത്താങ് പാർട്ടി, ഫോർമേഷൻ ഓഫ് കുമിത്താങ് പാർട്ടി, സൺ യാറ്റ് സെൻ്റെ നേതൃത്വത്തിലുള്ള കുമിത്താങ് പാർട്ടി നിലവിൽ വരികയും അതിനെ തുടർന്ന് ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി,
അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരികയും ഈ കുമിത്താങ് റിപ്പബ്ലിക് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് സഹകരിച്ച് ഭരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം മാവോ സേതുങ്ങിൻ്റെ മരണത്തിന് ശേഷം മിലിറ്ററി ഓട്ടോക്രസി അണ്ടർ ചിയാങ് കൈ ഷെയ്ക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അവിടെ വരികയുണ്ടായി. 1934 ലോങ് മാർച്ച് അണ്ടർ മാവോ സേതുങ് ഒരു ലോങ് മാർച്ച് 1934 നടത്തുകയും ചിയാങ് കൈ ഷേക്ക് സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തൈവാൻ ആൻഡ് റെഡ് ആർമി ടു പവർ ഇൻ ചൈന. അതിനെ തുടർന്ന് റെഡ് ആർമി ചൈനയിൽ അധികാരത്തിൽ വരികയും ചെയ്തു. ചൈന ബിക്കം എ പീപ്പിൾ റിപ്പബ്ലിക് ഓൺ 1 ഒക്ടോബർ 1949. അങ്ങനെ ചൈന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന് ഒക്ടോബർ 1, 1949. ഈ ഡേറ്റ് മക്കൾ ഓർത്തിരിക്കണം. ഇനി ഇതിൻ്റെ പ്രധാന റിസൾട്ട് എന്തൊക്കെയായിരുന്നു? ഈ വിപ്ലവങ്ങളുടെ ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന റിസൾട്ട് എൻഡ് ഓഫ് മൊണാർക്കി, രാജവാഴ്ചയുടെ ഒരു അവസാനമായിരുന്നു. എൻഡ് ഓഫ് ഫോറിൻ റൂൾ, വിദേശ ആധിപത്യത്തിൻ്റെയും അവസാനമായിരുന്നു. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് നിലവിൽ വന്നു. ലാൻഡ് വർ ക്യാപ്ചേർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാമേഴ്സ്, അതായത് ഭൂപ്രദേശങ്ങൾ ജന്മികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് കൃഷിക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഈ എല്ലാ വിപ്ലവങ്ങളിലും നമ്മൾ കുറേ ഇവൻറ്റ്സ് പഠിച്ചു അല്ലേ? അതിൻ്റെ ഡേറ്റ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ഓക്കെ, 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടിയതെന്ന ഫിലാഡൽഫിയയിൽ വെച്ച്. 1774 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതും ഫിലാഡൽഫിയയിലായിരുന്നു 1775. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്നായിരുന്നു 1776. ഡേറ്റുകൾ ഓർമ്മയിരിക്കണം. വാർ വിത്ത് ഇംഗ്ലണ്ട് ആൻഡ് കോളനീസ് എൻഡഡ്, കോളനിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതെന്നായിരുന്നു 1781. ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി എന്നായിരുന്നു 1783 അല്ലേ? ഇനി കമൻസ്മെൻറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നായിരുന്നു 14 ജൂലൈ 1789. നെപ്പോളിയൻ സൈസ്ഡ് പവർ, സ്ഥാനം പിടിച്ചടക്കിയതെന്നായിരുന്നു 1799. ബാറ്റിൽ ഓഫ് വാട്ടർലൂ യുദ്ധം, ദാറ്റ് ഈസ് 1815. ഇനി കുറച്ച് ഇവൻറ്റ്സോടെ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ലിബറേഷൻ ഓഫ് ലാറ്റിൻ അമേരിക്കൻ കോളനീസ്, ഡേറ്റ് 1825. അതുപോലെ ബോക്സർ റിബല്യൻ, എന്താ ബോക്സർ മുദ്ര വെച്ച് വിപ്ലവം സമരം ചെയ്തു അല്ലേ? അതെന്നായിരുന്നു 1900. റഷ്യ ജപ്പാൻ യുദ്ധം 1905. ചൈനീസ് റവല്യൂഷനോ 1911 ആൻഡ് റഷ്യൻ റവല്യൂഷൻ്റെ ഡേറ്റ് 1917. ഓക്കെ, ചൈനീസ് 1911, റഷ്യൻ 1917, ഒരു 6 ഡിഫറൻസേ ഉള്ളൂ. ഇനി ഫോർമേഷൻ ഓഫ് USSR 1924 USSR ഫോം ചെയ്തത്. 1924 ഒരു 10 കൂട്ടിക്കേ, അപ്പോൾ ലോങ് മാർച്ച് നടന്നു അല്ലേ? 1934. 1949 ചൈന ബിക്കം റിപ്പബ്ലിക്, ചൈന റിപ്പബ്ലിക്കായി മാറിയത് എന്നായിരുന്നു 1949. ഇത്രയും ക്ലിയർ അല്ലേ?